ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് ഡൽഹിയിൽ പോവുകയാണ്. ചീപ്പസ്റ്റ് ആയിട്ട് നല്ല ക്വാളിറ്റി ഡ്രസ്സ് ഐറ്റംസ് കിട്ടുന്ന ഒരു ലൊക്കേഷനാണ് സരോജിനി നഗർ മാർക്കറ്റ്. ന്യൂഡൽഹിയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് അറൗണ്ട് 10 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം ഓല തന്നെ പിടിക്കാനായിട്ട് നോക്കുക. അവിടെ കുറേ രീതിയിലുള്ള പറ്റിക്കലും കാര്യങ്ങളും ടാക്സിക്കാർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓല പിടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് സേഫായിട്ട് എത്താവുന്നതാണ്. ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് സരോജിനി നഗറിലാണ്, ഡൽഹി. നമ്മൾ ആദ്യമായിട്ടാണ് സരോജിനി നഗർ വരുന്നത്. നമ്മൾ ഇന്ന് രാവിലെ 5:30 മണാലിയിൽ നിന്ന് ഡൽഹിക്ക് എത്തി. എന്നിട്ട് നമ്മളൊരു റൂം എടുത്തു. എന്നിട്ട് നമ്മളൊന്ന് ഫ്രഷൊക്കെ ആയി ഇപ്പം നമ്മൾ സരോജിനി നഗർ എത്തി. ഇതാണ് സരോജിനി നഗറിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസ് ആണ്. പിന്നെ നമുക്ക് അവിടെ ബാർഗെയിൻ ചെയ്ത് വേണം വാങ്ങാനായിട്ട്. നമുക്ക് കാണാൻ സാധിക്കും, ഇപ്പോൾ ഞാൻ ആദ്യം സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ജാക്കറ്റ്സൊക്കെ ഉണ്ടല്ലോ, 100 രൂപയുടെയാണ് കേട്ടോ. പിന്നെ നല്ല നല്ല ഷോർട്സുകളും കാര്യങ്ങളൊക്കെ നിസ്സാര വിലയ്ക്ക് അവിടെ കിട്ടും. അവിടെ എഴുതിയിരിക്കുന്ന ഫിക്സ് റേറ്റ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന സ്ഥലത്ത് പോലും നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ അവിടെ വെച്ചിട്ടാണ് ഞാനൊരു എയർപോഡിൻ്റെ ഒരു ഫസ്റ്റ് കോപ്പി വേർഷൻ വാങ്ങിയത് കേട്ടോ. സൂപ്പർ സാധനമാണ്, ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നല്ല സൗണ്ട് ക്വാളിറ്റി. 500 രൂപയ്ക്കാണ് വാങ്ങിയത്. 2000 പറഞ്ഞു, 500 രൂപയ്ക്ക് ഞാൻ വാങ്ങി. ഞങ്ങൾ അവിടെ നിന്ന് 2000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു. 2000 രൂപയ്ക്ക് വാങ്ങിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു 4 ഷോർട്സ്, പിന്നെ 2 ജാക്കറ്റ്, പിന്നെ 3 ടോപ്പ്, പിന്നെ പപ്പയ്ക്ക് 2 ഷർട്ട്, പിന്നെ 3/4 ഒരു 4 എണ്ണം, പിന്നെ അത് കഴിഞ്ഞിട്ട് 2 ബനിയൻ, പിന്നെ ഞാൻ പറഞ്ഞ ഒരു എയർപോഡും. ഇതെല്ലാം കൂടി വന്ന കോസ്റ്റാണ് 2200-2300 അടുത്തായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നമ്മുടെ നാട്ടിലെ കടകളിലൊക്കെ റേറ്റും ഇവിടുത്തെ റേറ്റും നോക്കുന്ന സമയത്ത് ഭയങ്കര വേരിയേഷനാണ്. ബട്ട് ഇത്തിരി ഹിന്ദി അറിഞ്ഞിരിക്കണം അവരോട് സംസാരിക്കാനായിട്ട്. അവർ പല റേറ്റുകൾ പറയും. അതിന് നമ്മൾ മൊത്തത്തിൽ വാങ്ങിയിട്ട് ഒരു റേറ്റ് പറയുകയാണ്. ഷൂസൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നല്ല ക്വാളിറ്റി ഉള്ള ലെതർ ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ അവിടേക്ക് കുറേ ദൂരത്തേക്ക് നടക്കാനായിട്ടുണ്ട്. ബട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകില്ല. എന്നാൽ ഞങ്ങളുടെ കയ്യിൽ വലിയൊരു ബാഗ് ഉള്ളതുകൊണ്ട് മാർക്കറ്റ്, വേറൊരു ഓപ്പൺ മാർക്കറ്റ് കണ്ടു. അതിൽ ഭയങ്കര റഷും കണ്ടു. അതുകൊണ്ട് തന്നെ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളുടെ പോക്കറ്റിൽ വാലറ്റും അതോടൊപ്പം മൊബൈൽ ഫോണൊക്കെ വളരെ കെയർഫുള്ളായിട്ട് വയ്ക്കുക. പിന്നെ ഫുഡ് ഐറ്റംസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 40 രൂപ കൂടെ വന്നത് ചോള ഭട്ടൂര കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഡൽഹിയിൽ പോകുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് സരോജിനി നഗർ മാർക്കറ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.